ഹലോ, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് പെയർസ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പേജ് 10ലുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 സെന്റിമീറ്റേഴ്സ്. അപ്പൊ ഇത് വായിച്ചപ്പോഴേ മനസ്സിലായി നമ്മുടെ കയ്യിലുള്ളത് ഒരു റെക്ടാംഗിൾ ആണ്. ആ റെക്ടാംഗിളിന്റെ പെരിമീറ്ററിനെ പറ്റിയ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ബൗണ്ടറി ലെങ്ത് ആണ് പെരിമീറ്റർ. ഇങ്ങനെ ഇതിന്റെ ചുറ്റും നടന്നാൽ എത്ര ദൂരം നടക്കും, അതാണ് പെരിമീറ്റർ. അത് 40 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് one side, okay, one side is 8 centimeters longer than the other. One side is 8 centimeters longer. 8 centimeters longer than the other. അടുത്തയാള് x ആണെങ്കിൽ ഇവിടെ x+8 ആണ് ഒരു സൈഡ്. ഇങ്ങനെയാണ് മീനിങ്. ഒരു സൈഡ് x ആണെങ്കിൽ മറ്റേ സൈഡ് x+8 ആണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. One side is 8 centimeter longer than the other. Calculate the lengths of the sides. അപ്പം എക്സിന്റെ വാല്യൂ കിട്ടും അല്ലെ. എക്സിന്റെ വാല്യൂ കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് സൈഡ്സിന്റെ ലെങ്ത് കിട്ടും. ഇവിടെ തന്നിരിക്കുന്നത് പെരിമീറ്ററിനെ പറ്റിയാണ്. പെരിമീറ്റർ ആണല്ലോ. പെരിമീറ്റർ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഇക്വേഷൻ? 2 times L plus B അല്ലെ. 2 times L plus B ആണ് പെരിമീറ്റർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ലെങ്ത്, അതായത് നീളം കൂടിയ സൈഡിന്റെ നീളം അല്ലെ, നീളം എന്ന് മലയാളത്തിൽ പറയാം, അത് x+8ഉം വീതി ബ്രെഡ്ത്ത് x ആയിട്ടും നമ്മൾ എടുത്തിരിക്കുന്നത് ആണല്ലോ. അപ്പൊ ഇതാണ് 40 സെന്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് x+8 ആണ്. അതുപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് x ആണ്. അപ്പൊ ഈ എക്സും x+8ഉം ഈ പറഞ്ഞ ഇക്വേഷനിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് 2 times x+8 അല്ലെ പ്ലസ് എക്സ് എന്നായി. ഓക്കെ അല്ലെ. ഇവിടെ ലെങ്ത്തിന്റെ പ്ലേസിൽ x+8 എഴുതി, ബി ബ്രെഡ്ത്തിന്റെ പ്ലേസിൽ എക്സ് എഴുതി. 2 times x+8 പ്ലസ് എക്സ് ഈക്വൽ ടു 49. ഇവിടെ ഇനി ബ്രാക്കറ്റിന്റെ അകത്ത് ആരൊക്കെ ഇരിക്കുന്നത് നോക്കാം. ബ്രാക്കറ്റിന്റെ അകത്ത് x+x അല്ലെ. x+x എന്ന് പറഞ്ഞാൽ 2x. 2x+8 ആണ് ബ്രാക്കറ്റിന്റെ അകത്തുള്ളത്. പുറത്തൊരു 2 ഉണ്ട്, ഈക്വൽ ടു 40. ഇനി എനിക്ക് വേണ്ടത് എക്സ് ആണ്. എക്സിനെ ഒറ്റയ്ക്ക് ആക്കണമെങ്കിൽ ഇവിടെ ഈ ബ്രാക്കറ്റിന് ഒരുപാട് വാല്യൂ ഉണ്ട് അല്ലെ. ബ്രാക്കറ്റിന്റെ മീനിങ് എന്താ? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 into എന്നായിരിക്കുന്നത്. അപ്പൊ നമുക്ക് 2നെ ആദ്യം അങ്ങോട്ട് കൊണ്ടുപോകാം. 2നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പിന്നെ 2x+8 ഒറ്റയ്ക്ക് ആയിക്കോളും. 2ന്റെ ഇവിടുത്തെ ജോലി മൾട്ടിപ്ലിക്കേഷൻ ആണ്. അങ്ങോട്ട് പോകുമ്പോൾ അത് ഡിവിഷൻ അല്ലെ, ഡിവിഷൻ ബൈ 2 എന്നാവും. അപ്പൊ ഇവിടെ 40/2 എന്ന് വന്നു. 2x+8 equal to 40 divided by 2. 40 divided by 2 എന്ന് പറഞ്ഞാൽ 20. അപ്പൊ 2x+8 equal to 20 എന്ന് കിട്ടി. ഇനി എന്ത് വേണം? എനിക്ക് എക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചില കുട്ടികൾ ആദ്യമേ ഈ 2നെ എടുക്കും. അങ്ങനെ ചെയ്യരുത്. ആ 2 അവിടെ എക്സിന്റെ കൂടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. പ്രോസസ് മൾട്ടിപ്ലിക്കേഷൻ സ്ട്രോങ്ങർ ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആ 2 ആദ്യം എടുക്കരുത്. അതിന് പകരം ഈ 8 എടുക്കാവുള്ളൂ. 8ന്റെ ഇപ്പോഴത്തെ ജോലി എന്താ? 8ന്റെ ജോലി അഡീഷൻ ആണ്. അപ്പുറത്തോട്ട് പോകുമ്പോൾ സബ്ട്രാക്ഷൻ ആയിക്കോളും. അപ്പൊ എങ്ങനെ വരും? 2x ഒറ്റയ്ക്കായി, ഇപ്പുറത്ത് 20 - 8 +8 അപ്പുറത്തോട്ട് പോയപ്പോൾ -8 ആയി. 20 - 8 12 എന്ന് കിട്ടി. അതായത് 2x equal to 12, x equal to ഇനിയാണ് നമ്മൾ ആ 2നെ എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, 2 അപ്പുറത്തെ സൈഡിലോട്ട് പോകണം. 2ന്റെ ഇപ്പോഴത്തെ ജോലി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആകും അല്ലേ. അപ്പോ 12 divided by 2 6. അപ്പൊ 6 സെന്റിമീറ്റർ ആണ് എക്സിന്റെ വാല്യൂ. സെന്റിമീറ്റർ എന്ന് എഴുതാൻ മറക്കരുത്, കാരണം ഇവിടെ എല്ലാവരെയും സെന്റിമീറ്ററിലാണ് കാണുന്നത് അല്ലേ. എക്സ് ആണ് നമുക്കിപ്പോ കിട്ടിയത് 6 സെന്റിമീറ്റർ. എക്സ് എന്ന് പറഞ്ഞാൽ ഫിഗറിൽ ആരായിരുന്നു? ബ്രെഡ്ത്ത് ആയിരുന്നു ആണല്ലോ. അപ്പൊ ബ്രെഡ്ത്ത് കിട്ടി. ഇനിയോ ലെങ്ത് കിട്ടാൻ എളുപ്പമാണ്. ലെങ്ത് നമ്മുടെ ഫിഗറിലോട്ട് നോക്കിയാൽ ലെങ്ത് നമ്മൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, x+8 ആണ് അല്ലെ. ലെങ്ത് x+8 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലെങ്ത് is equal to എക്സിന്റെ പ്ലേസിൽ 6 കൊടുക്കാം. 6+8 14 സെന്റിമീറ്റർ. ഇതാണ് ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വയർ 3.5 meters long is to be cut into 2 pieces with one piece bent into a square and the other into an equilateral triangle. അപ്പൊ ഇത്രയും കഥ വായിച്ചപ്പോൾ മനസ്സിലായത് നമ്മുടെ കയ്യില് ഒരു വലിയ വയർ ഉണ്ടായിരുന്നു അല്ലേ. ആ വയറിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്
3.5 meters ആണ് പറഞ്ഞത്. 3.5 meters ആണ് വയറിന്റെ ലെങ്ത് പറഞ്ഞത്. 3.5 meters. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 3.5 meters. രണ്ടിനും ഒരേ അർത്ഥമാണ്. 3.5 meters ഉള്ളൊരു വയറുണ്ട്. അതിന് 2 കഷ്ണമാക്കി. എത്ര പകുതിയാക്കി എന്ന് അവർ പറഞ്ഞിട്ടില്ല. കട്ട് ഇൻറ്റു 2 pieces പറഞ്ഞിട്ടുള്ളൂ അല്ലെ. വിത്ത് 1 piece bent into a square. അപ്പൊ അതിൽ നിന്ന് ഒരു സ്ക്വയറും ഉണ്ടാക്കി, പിന്നെയോ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളും ഉണ്ടാക്കി. ഈ സ്ക്വയറിനും ഈക്വിലാറ്ററൽ ട്രയാങ്കിളിനും ഒരു പ്രത്യേകതയുണ്ട്, സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും അല്ലെ. കണ്ടോ, സ്ക്വയർ, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, ആ വാക്കുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്ക്വയർ എന്ന് പറഞ്ഞാല് എല്ലാ സൈഡും ഈക്വൽ ആണ്. അതുപോലെ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാലും 3 സൈഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കും. ഇനി the lengths of the sides of both must be the same. അതായത് ഈ സ്ക്വയറിന്റെ സൈഡ് എത്രയാണോ അത് തന്നെയായിരിക്കും ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡും വരുന്നത്. ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്. കാരണം ഇതൊരു സ്ക്വയർ ആണ്. ലെങ്ത് എക്സ് ആണെങ്കിൽ എല്ലാ സൈഡും എക്സ് ആയിരിക്കും. ഇനി ഇവിടെയും സെയിം ലെങ്ത് വരണമെന്നാണ് ഇപ്പൊ പറഞ്ഞത്. ട്രയാങ്കിളിനും സ്ക്വയറിനും ഒരേ സൈഡാണ്, ഒരേ ലെങ്ത് ആണ് സൈഡ്സ് നൽകുന്നത്. ഇപ്പോ എന്നിട്ട് പറഞ്ഞതോ ഇതെല്ലാം ഉണ്ടാക്കിയത് ഈ ഒരൊറ്റ വയറിൽ നിന്നാണ് അല്ലേ. ആണല്ലോ. 3.5 meters എന്ന് പറയുന്നത് 3.5 meters എന്നാണ് ഇതെല്ലാം വന്നത്. അപ്പൊ ഇവിടെ എത്ര എക്സ് ഉണ്ട്? 4x. ഇവിടെയോ 3x. അപ്പോ 4x plus 3x. കാരണം ഈ മൊത്തം ലെങ്ത് എനിക്ക് 3.5 meter ആയിട്ട് വരണം. അതാണ് ഇപ്പോഴത്തെ കഥ അല്ലേ. അപ്പോ 3x plus 4x എന്ന് പറഞ്ഞാൽ അത് 7x ആണ്. 7x equal to 3.5 meter ആണ്. അപ്പൊ എക്സ് കിട്ടണമെങ്കിൽ ഞാൻ ആ 7 എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകണം അല്ലേ. 7ന്റെ ഇവിടുത്തെ ജോലി മൾട്ടിപ്ലിക്കേഷൻ ആണ്, അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ 3.5 ഡിവൈഡ് ബൈ 7. 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3.5നെ ഡിവൈഡ് ചെയ്യാം. ഇപ്പം ഫസ്റ്റ് വരുന്ന ഇവിടുത്തെ ഡിജിറ്റ് 3 ആണ്. 3 is not divisible by 7. അതുകൊണ്ട് ഒരു 0 ഇട്ട് കൊടുത്തു. 3 കഴിഞ്ഞിട്ടൊരു ഡെസിമൽ ഉണ്ടായിരുന്നു, അതേ ഡെസിമൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇട്ടു. ഇനി 35 എടുക്കും. 35ല് 7 5 ടൈംസ് ആണ്. സോ 0.5 ആണ് ആൻസർ വരുന്നത് അല്ലേ. ഓക്കെ, സോ 0.5 meters എന്ന് എഴുതണം. കാരണം ക്വസ്റ്റ്യൻ അകത്ത് മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൗ ഷുഡ് ബി ദ വയർ ബി കട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെയാ കട്ട് ചെയ്യേണ്ടത്? 0.5 meter ലെങ്ത് വരുന്ന ആ കഷ്ണങ്ങളായിട്ട് അത് മുറിക്കണം. സോ ഈക്വൽ പാർട്സ്. എത്ര പാർട്സ് കിട്ടും? 7 പാർട്സ് വേണം അല്ലെ. 7 പാർട്സ് ഈച്ച് ഓഫ് 0.5 meters. അങ്ങനെ അത് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? സ്ക്വയറും ട്രയാങ്കിളും ഉണ്ടാക്കാം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ 7 പാർട്സില് 3 പാർട്സ് അല്ലേ, 3 പാർട്സ് ആണ് ട്രയാങ്കിളിന് എടുക്കുക ആണല്ലോ. 3 സൈഡ് അല്ലേ ഉള്ളൂ ട്രയാങ്കിളിന്. അതുപോലെ സ്ക്വയറിനാവുമ്പം 4 പാർട്സ് ആണല്ലോ. അപ്പൊ ട്രയാങ്കിളിന് 4 പാർട്സ് വരുന്നത് സ്ക്വയർ ആയിരിക്കും. ട്രയാങ്കിളിന് 3 പാർട്സ്, ഓരോ പാർട്ടും 0.5 വെച്ചിട്ടാണ്. അപ്പൊ ട്രയാങ്കിളിന് വരുന്നത് 3 into 0.5 meter വേണം. 3 into 0.5 എന്ന് പറഞ്ഞാൽ 3 into 5 15. പക്ഷെ 15ൽ ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു അല്ലേ. 5 കഴിഞ്ഞ് ഇപ്പുറത്തൊരു ഡെസിമൽ ഇട്ടു. അപ്പൊ 1.5 meter ലെങ്ത് ഉള്ള കഷ്ണം എടുത്തിട്ട് നമുക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റും, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അതുപോലെ സ്ക്വയറിന് വരുന്നത് 4 പാർട്സ് വേണം, 4 സൈഡ്സ്, ഓരോ സൈഡും 0.5 വെച്ചിട്ട്. അപ്പൊ 4 into 0.5 എന്ന് വരും. 4 into 5 20. 20ൽ ഒരു ഡെസിമൽ പ്ലേസ് ഇടുമ്പം 2.0 meters. അപ്പം 1.5 മീറ്ററും 2.0 meters ആയിട്ട് നമ്മൾ ആ തന്ന വയറിനെ കട്ട് ചെയ്യണം. അങ്ങനെയാണ് അർത്ഥം വരുന്നത്. ഓരോ സൈഡും 0.5 meter വെച്ചായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇൻ എ ക്ലാസ് there are 4 more girls than boys. അപ്പൊ ഈ കഥയ്ക്കകത്ത് ഗേൾസിനെ പറ്റിയും ബോയ്സിനെ അല്ലെ, ഒരു ക്ലാസ്സിലെ എണ്ണമാണ് ഗേൾസ് ബോയ്സ്. എന്നിട്ട് ഇവിടെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്ന കണക്ഷൻ? there are 4 more girls than boys. ഗേൾസിന്റെ എണ്ണമാണ് കൂടുതൽ അല്ലേ. 4 more girls than boys. അപ്പൊ എക്സ് ആണ് ബോയ്സിന്റെ എണ്ണം എന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് 4 ആണ് ഗേൾസിന്റെ എണ്ണം. ഇനി ഓൺ എ ഡേ, ഒരു ദിവസം, ഒരു പ്രത്യേക ദിവസം എന്ത് പറ്റി? when only 8 boys were absent. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ ഗേൾസ് ആബ്സെന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. only 8 boys were absent.
അപ്പൊ ബോയ്സിന്റെ എണ്ണം x-8 ആയി ഒരു ദിവസം അല്ലേ? അപ്പൊ എന്ത് പറ്റും? ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. അപ്പൊ ആ ദിവസം ഗേൾസ് ആരും ആബ്സെന്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ബോയ്സ് 8 പേര് ആബ്സെന്റ് ആയി. അപ്പൊ ഗേൾസ് അന്നും എത്ര പേരുണ്ട്? x+4 തന്നെയുണ്ട്. ഇനി ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇക്വേഷൻ ആക്കി എടുക്കാം. ഒന്നുകൂടി വായിച്ചു നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ്. ഇതാണ് നമ്പർ ഓഫ് ഗേൾസ് അല്ലേ? x+4. x+4 വാസ് is equal to twice the number of boys. Twice the number of boys on that day. അന്ന് അവിടെ വന്നത് എത്ര പേരാ? x-8 ആയിരുന്നു ബോയ്സിന്റെ എണ്ണം. കണ്ടോ? ഇങ്ങനെയാണ് ഇക്വേഷൻ ഫോം ചെയ്തത്. ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ദെയർ ഇൻ ദ ക്ലാസ്. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്തത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിന് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബോയ്സിന്റെയും ഗേൾസിന്റെയും കൗണ്ട് കിട്ടും. ഇനി ഈ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം അല്ലെ? ആദ്യം നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബ്രാക്കറ്റ് കാണുന്നുണ്ട്. ആ ബ്രാക്കറ്റിന്റെ അകത്തും എക്സ് ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും എക്സ് ഉണ്ട്. അപ്പൊ ആദ്യമേ തന്നെ ഈ 2നെ ഇപ്പുറത്തോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. ബിക്കോസ് ഈ 2x കൂടി കൊടുക്കാനുള്ളതാ. ദാറ്റ് മീൻസ് നമുക്ക് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരെ മാറ്റുന്നില്ല. x+4 is equal to, ഇനി ഈ 2 അകത്തോട്ട് പോവാണ് അല്ലെ? ബ്രാക്കറ്റിന്റെ അകത്തോട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 into x, 2x minus 2 into 8, 16 വരും ആണല്ലോ. ഇനി നമുക്ക് എക്സിന് വേണ്ടി സോൾവ് ചെയ്യണം. ഇവിടെ എക്സ് രണ്ട് സൈഡിലും ഉണ്ട് അല്ലെ? റൈറ്റ് സൈഡിൽ 2x ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ എക്സ് ഉണ്ട്. അപ്പൊ ഞാൻ എളുപ്പത്തിന് ഈ ചെറിയ എക്സ് ഒരെണ്ണം ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്, അപ്പുറത്ത് 2x ഉണ്ട്. അപ്പൊ ഈ ഒരു എക്സിനെ എടുത്ത് 2x ഇവിടത്തോട്ട് കൊണ്ടുപോവാണ്. ഓക്കെ, ഇവിടുത്തെ എക്സിന്റെ ജോലി അഡീഷൻ ആണ് ആണല്ലോ. ലെഫ്റ്റ് സൈഡിലെ എക്സിന്റെ ജോലി അഡീഷൻ ആണ്. ആള് പോസിറ്റീവ് ആണ്, അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ 2x മൈനസ് എക്സ് ആവും റൈറ്റ് സൈഡിൽ അല്ലെ? ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്ന എക്സ് റൈറ്റ് സൈഡിലോട്ട് എത്തിയപ്പോൾ മൈനസ് എക്സ് ആയി. ഈ -16 നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, ആ 16 ഇരിക്കുന്നത് അവിടെ -16 ആയിട്ടാണ്. കണ്ടോ? -16 ഉണ്ട്. മൈനസ് എന്ന് പറഞ്ഞാൽ ആ മൈനസ് ഇപ്പുറത്തോട്ട് വരുമ്പോ എന്താവണം? പ്ലസ് ആവണം ഇപ്പുറത്തോട്ട് വരുമ്പോ അല്ലെ? അപ്പൊ ഇവിടെ ഓൾറെഡി നമ്പർ ആയിട്ട് 4 ഇരിപ്പുണ്ടല്ലോ. അപ്പൊ 4 + 16 ആവും. കണ്ടോ? എക്സ് എല്ലാം എക്സ് ഉള്ള ടേംസ് എല്ലാം ഒരു സൈഡിലോട്ട്, നമ്പർ എല്ലാം മറ്റേ സൈഡിലോട്ട് കൊണ്ടുപോയി. എക്സിനെ മൂവ് ചെയ്തപ്പം കൂടുതൽ വലിയ എക്സ് 2x ആയിരുന്നു. ആ 2xന്റെ അടുത്തോട്ട് ചെറിയ ആളെ കൊണ്ടുവന്നു. ഓക്കെ, 2x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അതുപോലെ 16 + 4 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോ x is equal to 20 എന്ന് കിട്ടി. ഇത് നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദാറ്റ് ക്ലാസ് ആണ്. ആ ഒരു ദിവസം 8 പേര് ആബ്സെന്റ് ആയിരുന്നു. ശരിക്കും നമ്പർ ഓഫ് ബോയ്സിന്റെ കൗണ്ട് ആണ് നമുക്കിപ്പോ കിട്ടിയത്. ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ദെയർ ഇൻ ദ ക്ലാസ് ആണ് ചോദിച്ചത്. അപ്പം x equal to 20 എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ബോയ്സിന്റെ എണ്ണം. അപ്പൊ ഗേൾസിന്റെ എണ്ണം നമ്മൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. x+4 അല്ലെ? എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാൻ പറ്റും? 20 എന്ന് കൊടുക്കാൻ പറ്റും. 20 + 4 24 ആണ് ഗേൾസ് ആൻസർ. ഓക്കെ, ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.